എടാ, ശിവ പോയോ? ഇല്ല, പോയിട്ടില്ല. നീ എവിടെയായിരുന്നു? ഞാൻ കുറെ നേരമായി ഇവിടെ നിൽക്കുന്നു. അവള് ഇതുവരെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എടാ രാജേഷേ, ഇനിയിപ്പോ നിനക്ക് തെറ്റിയതാണോ? അവള് മുന്നിൽ പോയിട്ടുണ്ടാവോ? ഒന്ന് ആക്രാന്തം കാട്ടാതിരിക്കടാ എന്തോ. അവള് വരുവോ? നമുക്ക് പോയാലോ? നീ പോകുന്നുണ്ടെങ്കിൽ പോയിക്കാനെന്തോ. എന്റെ മീര വരാതെ ഞാൻ എവിടേക്കും ഇല്ല. എങ്ങനെ നാണമുണ്ടോടാ രാജേഷ് നിനക്ക്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എത്ര കാലമായി നീ അവളുടെ പിറകെ നടക്കുന്നു? എന്നാ ഇത് ഞാൻ അങ്ങോട്ടും തിരിച്ചു ചോദിക്കട്ടെ, നീയും അങ്ങനെ തന്നെയല്ലേ? ഹലോ, ഇന്നും പതിപോലെ രണ്ടാളും കാമുകിമാരെ കാത്തു നിൽപ്പാണോ? നിർത്തിക്കൂടെടാ ഒന്നും അല്ലെങ്കിലും. മടുത്തില്ലേ നിങ്ങൾക്ക് അവരുടെ പിറകെ ഇങ്ങനെ നടന്ന്? നിനക്ക് പറഞ്ഞാൽ മതി, നിനക്കറിയില്ലല്ലോ ഞങ്ങളുടെ വിഷമം. ഓ പാവം, രണ്ട് വേദനിക്കുന്ന കാമുക ഹൃദയങ്ങൾ. ഒന്ന് പോടാ അവിടുന്ന്, അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ഭ്രാന്തടിച്ച് നിൽക്കുക. അയ്യേ, ഇവന്റെ ടെൻഷൻ കണ്ട വിചാരിച്ചും ഇവൻ PSC എഴുതിയിട്ട് റിസൾട്ട് കാത്തു നിൽക്കുകയാണെന്ന്. അതാടാ അവര് വന്നു. എത്തിയല്ലോ രണ്ടുപേരും. മീര, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുക. വെറുതെ. അയ്യേ, ചമ്മിപ്പോയി. എടാ, നീ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോടാ അവസ്ഥ. തളരരുത്.
എനിക്കില്ലാതെ പോയത്? മുത്തേ, നീ എവിടെയാ? നിന്നോടാ ചോദിച്ചത് ഞാൻ. നീലമ്മേ, ഞാൻ ഓരോന്നും ഓർത്തുപോയി. നീലമ്മ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോയി. എന്റെ അമ്മ എന്നെ വിട്ടു പോയിട്ടില്ലായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആളുണ്ടാകുമായിരുന്നില്ലേ? ഇത് എപ്പോ നോക്കിയാലും വഴക്ക് മാത്രല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ. മോളെ, നീ ഞങ്ങളെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കാതെ ഇങ്ങോട്ട് കയറി വാ, ചായ കുടിച്ചിട്ട് പോവാം. ഒന്ന് കയറിയേച്ചും പോ മുത്തേ. വേണ്ട പാറു. നീലമ്മേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് അടി കിട്ടുമെന്ന് പേടിയാ. മണിക്കുട്ടി കൊടയില്ലാതെ ഞാൻ മഴ നനയാതെ വീട്ടിൽ പോയാൽ, അതേ കൂടി നേരം കൂടെ വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ചെറിയമ്മ എന്തായാലും എനിക്ക് നല്ല അടി വെച്ച് തരും. അതുകൊണ്ട് ഞാൻ പോവാ നീലമ്മേ, പിന്നെ വരാം. പാറു, ആ കൊച്ചിനെ വേഗം കൊണ്ടാക്ക്, അല്ലെങ്കിൽ അതിനെ ആ ദുഷ്ട ശരിയാക്കും. നടക്ക് മുത്തേ, നമുക്ക് പോവാം. അടി, അവൾ വരുന്നുണ്ട്. മമ്മി, അവളെ വെറുതെ വിടരുത്. ഞാൻ നനഞ്ഞതിനുള്ള ശിക്ഷ അവൾക്ക് കൊടുത്തു തീരൂ. അത് മാത്രല്ല, അവളോട് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞതാ. സ്കൂളിലൊന്നും പോവണ്ട, ഇവിടെ അടുക്കളപ്പണി ചെയ്യാൻ പറഞ്ഞതാ ഞാൻ അവളോട്. എന്നിട്ട് മമ്മിയെ അനുസരിക്കാതെ അവൾ പോയോ? മമ്മി പോയോന്നോ? പോവാ മാത്രല്ല, എന്നോട് അവൾ തർക്കുത്തരവും പറഞ്ഞു. ഓ മൈ ഗോഡ്, എന്റെ മമ്മിയോട് അവൾ തർക്കുത്തരം പറഞ്ഞോ? തർക്കുത്തരം പറയ മാത്രമല്ല, എന്നെ ഒരു വിലയും കൽപ്പിക്കാതെ അവൾ ഓടിപ്പോയി ഇവിടെ നിന്നും. വാട്ട് ആന്റി, അവൾ അങ്ങനെ ചെയ്തോ? പിന്നെ ചെയ്യാതെ എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം എന്താണ്? മമ്മി, അവൾക്കിട്ട് കൊടുക്കണം മമ്മി, നല്ല പോലെ ഇന്ന്. അതെ ആന്റി, അവളെ ഇന്ന് വെറുതെ വിട്ടുകൂടാ. വെറുതെ വിടാനോ? ഞാനോ നല്ല പൊളിവാറല് വെട്ടി വെച്ചിട്ടുണ്ട് അവിടെ. വൗ, സൂപ്പർ മമ്മി, സൂപ്പർ. അതെ അതെ ആന്റി, അത് തന്നെ വേണം അവൾക്ക്. ഞങ്ങൾ ഇന്ന് നനഞ്ഞു വരുമ്പോ മണിക്കുട്ടി അവളെ കുറെ വിളിച്ചു ഞങ്ങളുടെ ബാഗെങ്കിലും പിടിക്കാൻ. പക്ഷേ അവള് പാറ പറയുന്നത് കേട്ട് അവിടെ തന്നെ നിന്നു അവൾ. അതെ മമ്മി, അവൾ എന്നെ നാണം കെടുത്തി മമ്മി, നാണം കെടുത്തി. സുൽഫിക്കറും പാറും ഒക്കെ എന്നെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അതെ അതെ, അത് കണ്ടിട്ട് ആ മുത്തിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അത് മമ്മി, അവള് പാറുവിന്റെ കൂടെ തന്നെ നിന്നു. വരട്ടെ മോളു, അവള് വരട്ടെ. അവൾക്ക് പാറു എത്ര നേരമുണ്ടാകും അവളുടെ കൂടെ? ആന്റി, അവള് ഇഴഞ്ഞു നടക്കുന്നേ, ഒരു സ്പീഡുമില്ല അവൾക്ക്. എങ്ങനെയുണ്ടാവാനാ? അവൾക്ക് അറിയാലോ, ഇവിടെ വന്ന അവൾക്ക് നല്ല സൽക്കാരം കിട്ടുമെന്ന്. എന്ത് ചെറിയമ്മേ? ഹാവൂ, എന്തൊരു വിനയം, എന്തൊരു വിനയം. നിനക്കെന്താണ് ഇത്ര നേരം വൈകിയത്? അത് ഇല്ല ചെറിയമ്മേ, നേരം വൈകിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ ഈ പീറ പെണ്ണെന്തിനാ നിന്റെ കൂടെ വന്നേക്കുന്നേ? നിന്റെ